3 വർഷത്തിന് ശേഷം നമ്മുടെ ബിസിനസ്സിൻ്റെ ലാഭം ഇത്രയായിരിക്കുമെന്ന് പറയുന്ന ഒരു ബാലൻസ് ഷീറ്റ് നമ്മൾ ഇപ്പം തന്നെ ഉണ്ടാക്കി വെക്കുക. നമ്മൾ ബിസിനസ്സുകാർ വളരെ സന്തോഷത്തോടുകൂടി ഒരു ബിസിനസ് തുടങ്ങി എന്ന് ചിന്തിക്കുക. നമ്മൾ ബിസിനസ് തുടങ്ങുന്ന ദിവസവും ഇനാഗ്രേഷനൊക്കെ നമ്മുടെ സ്വന്തക്കാരും ഫ്രണ്ട്സും നാട്ടുകാരെല്ലാം വളരെ സന്തോഷത്തോടെ നമ്മളെ അഭിനന്ദിക്കും. നന്നായിട്ടുണ്ട്, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറയും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീടുള്ള യാത്രയിൽ നമ്മളും നമ്മുടെ സ്റ്റാഫും മാത്രമായിരിക്കും ബിസിനസ്സിലുണ്ടാവുക. അന്നേരം നമ്മൾക്ക് ചില പ്രതിസന്ധികളും ബിസിനസ്സിലെ ഇറക്കങ്ങളും പരാജയങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ കൂടെ കടന്നു പോവാം. അന്നേരം നമ്മുടെ കൂട്ടത്തിൽ ആരും നമ്മളെ സഹായിക്കാൻ ഉണ്ടാകണമെന്നില്ല. അവിടെ നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് അവനതെപ്പോഴും ആ ഒരു കോൺഫിഡൻസ് അവനുണ്ടായിരിക്കണം. കാരണം നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലോട്ട് എത്തണമെങ്കിൽ കുറേ ദൂരം സഞ്ചരിക്കേണ്ടി വരും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂടത്ത് നിൽക്കുന്നവരുടെ കോൺഫിഡൻസ് പോവും, ബിസിനസ്സിനെ ബാധിക്കും അത്. അങ്ങനെ നമ്മുടെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്ന അവസരത്തിൽ അത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു വഴി ഞാൻ പറയാം. നിങ്ങളൊരു 3 വർഷം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വളർച്ച എന്തായിരിക്കും എന്ന് നിങ്ങൾ ഇപ്പം തന്നെ അതൊരു ബാലൻസ് ഷീറ്റ് പോലെ ഉണ്ടാക്കുക. അതായത് 3 വർഷം കഴിഞ്ഞിട്ട് എൻ്റെ ബിസിനസ്സിൽ ഇന്നതായിരിക്കും എൻ്റെ ബാലൻസ് ഷീറ്റ്, അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ച ഇങ്ങനെയായിരിക്കും. ആ ബാലൻസ് ഷീറ്റ് നിങ്ങളുടെ മുമ്പിൽ തന്നെ ഏത് നിമിഷവും കിട്ടാവുന്ന രീതിയിൽ നിങ്ങൾ അതിനെ തയ്യാറാക്കി വെക്കുക. നിങ്ങൾക്കൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് ആ ബാലൻസ് ഷീറ്റും ആ സ്വപ്നങ്ങളും നമുക്ക് ഒന്നുകൂടെ തുറന്നു നോക്കുമ്പോൾ ഇപ്പം നടക്കുന്ന പ്രതിസന്ധി ഒന്നുമല്ല എന്നുള്ള കാര്യം നമുക്കൊരു തിരിച്ചറിയാൻ പറ്റും. ഒരുപാട് തടസ്സങ്ങളുണ്ടെങ്കിലും ഞാൻ ഈ ലക്ഷ്യത്തിലെത്തുമെന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ മുമ്പിൽ എപ്പോഴും തെളിഞ്ഞു വരും.